കടം കുറച്ച ഗവൺമെന്റിനെ കടക്കണിയിലാണ് എന്ന് പറയുന്ന ആളുകൾ രഹസ്യമായി ഫേസ്ബുക്കിലോ മറ്റതിലോ അവരവരുടെ ചാനലിലോ പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് എന്ന് തിരിച്ചറിയണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കണക്ക് പറയുന്നത്. കേരളത്തിന് കിട്ടേണ്ട പിന്തുണ കിട്ടുന്നുണ്ടോ? സാമ്പത്തികമായി കേരളത്തെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ആദ്യം ഞാൻ പറയുമ്പോൾ ധനകാര്യമന്ത്രിയായി വന്നപ്പോൾ വേണ്ടത്ര പരിചയമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. ഇങ്ങനെ ആശങ്ക വളർത്തണോ പറയണോ എന്ന് പലരും ചോദിച്ചിരുന്നു. എനിക്കും അറിയാവുന്നതാണ്. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. 15ാം ധനകാര്യ കമ്മീഷന്റെ സമയത്താണ് ഞങ്ങൾ ചുമതല ഏറ്റെടുക്കുന്നത്. 14ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന 2.5%, ഇന്ത്യയിൽ ആകെ 100 രൂപ താഴോട്ട് കൊടുക്കുകയാണെങ്കിൽ 2.5 രൂപ കേരളത്തിൽ വന്നിരുന്നു. നമ്മൾ വന്ന സമയത്ത് അത് 1 രൂപ 90 പൈസയായിട്ട് ചുരുക്കി. 10ാം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് അത് 3 രൂപ 80 പൈസയായിരുന്നു. 24,000 കോടിയാണ് ഈ പറഞ്ഞ 1 രൂപ 90 പൈസ എന്ന് പറഞ്ഞാൽ ഈ വർഷം കിട്ടിയത്. 1% മാറിയാൽ എത്ര വരുമെന്ന് അറിയാമല്ലോ. കിട്ടിക്കൊണ്ടിരുന്ന പണം ഒരു 10,000 കോടിയെങ്കിലും കേരളത്തിൽ ശുചിമുറികൾ ആവശ്യമില്ല, കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യമില്ല, കേരളത്തിൽ റോഡുകൾ ആവശ്യമില്ല, നല്ല പുരോഗതിയാണ്, ജനസംഖ്യ നിയന്ത്രിച്ചു, അതുകൊണ്ട് കൊടുക്കേണ്ട എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞുകൊണ്ട് കിട്ടിയതിനകത്ത് 10,000 കോടി അത് മാത്രം കുറഞ്ഞു. 33,000 കോടിയാണ് 2021-22 വർഷത്തിൽ നമ്മുടെ RD ഗ്രാന്റ്, അതുപോലെ GST കോമ്പൻസേഷൻ, മറ്റു തുകകൾ എന്ന നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് കിട്ടിയത് 33,000 കോടിയാണ്. ഈ വർഷം എത്ര കിട്ടുന്നതെന്നറിയോ? 6,000 കോടി. ഈ കണക്ക് കള്ളം പറയില്ല. 33,000 കിട്ടിയെടുത്തുനിന്ന് 6,000 കോടിയാണെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ എന്തോ ചെയ്യും? ഏത് വകുപ്പ് എന്ത് ചെയ്യും? 33,000 കിട്ടുന്നിടത്ത് 33 കോടി കിട്ടുന്നിടത്ത് 6 കോടിയായാൽ ശമ്പളം കൊടുക്കാൻ പറ്റുമോ? വഴി വൃത്തിയാക്കാൻ പറ്റുമോ? ടാർ ചെയ്യാൻ പറ്റുമോ? യൂണിവേഴ്സിറ്റി ആണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? അതെല്ലാം കുറഞ്ഞിട്ട് എങ്ങനെ കേരളം നിന്നത്? അങ്ങനെ നോക്കിയാൽ 50,000 കോടി രൂപയിലധികം. ഞാൻ ആ കണക്കെല്ലാം പറഞ്ഞു. 50,000. ഇതെല്ലാം അക്കൗണ്ട് AG ഓഡിറ്റ് ചെയ്ത കണക്കല്ല, അത് എനിക്ക് പറയാൻ പറ്റത്തില്ല. രാഷ്ട്രീയ പ്രസംഗം അല്ലത്. അങ്ങനെ ഒരു കണക്കിനകത്ത് വെട്ടിക്കുറച്ചു. ഇതോടൊപ്പം തന്നെ നമുക്ക് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചു. കിഫ്ബിയുടെ പേര് പണ്ട് കടമെടുത്തതും കൂടി വെട്ടിക്കുറച്ചു. അങ്ങനെല്ലാം വെട്ടിക്കുറച്ച് വന്നപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ആവശ്യമായ പണം ചെലവാക്കാനില്ല. പിന്നെ അങ്ങനെ ഇതെല്ലാം കൊടുത്തേ? 1ാം പിണറായി സർക്കാരിന്റെ സമയത്ത് നമ്മൾ ഒരു വർഷം ചെലവാക്കിയത് ശരാശരി 1,15,000 കോടി രൂപ. അതിനകത്ത് മുമ്പത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് സമയത്ത് അത് 80,000 കോടി രൂപ മറ്റുമാണ്. ഈ ഗവൺമെന്റ് വന്നപ്പോൾ ഇപ്പോൾ 1,70,000 കോടി രൂപ. ഈ പണം ഇത്രയും വെട്ടിക്കുറച്ചിട്ട് 1,70,000 കോടി രൂപ ചെലവാക്കുന്നുണ്ട്. ഇതൊന്നും കിട്ടാതിരിക്കുമ്പോൾ എങ്ങനെയാ കിട്ടിയത് നിങ്ങൾക്ക് അറിയാം. നമ്മൾ വരുന്ന സമയത്ത് 47,000 കോടിയായിരുന്നു ടാക്സ്. നോൺ ടാക്സും കൂടെ വരുമ്പോൾ 7,000 കോടി, 54,000 കോടി. ഈ വർഷം എത്ര കളക്ട് ചെയ്തത്? 94,000 കോടി, 95,000 കോടിയാണ് ഈ വർഷം കളക്ട് ചെയ്തത്. 4ാമത്തെ വർഷം എത്തിയപ്പോൾ ഞാൻ അഭിമാനത്തോടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നു, അടുത്ത വർഷം കേരളത്തിന്റെ ചരിത്രത്തിനാദ്യമായി 1 ട്രില്യൺ മാർക്ക് കടക്കും നമ്മുടെ തനത് നികുതി വരുമാനം. നികുതിയായ വരുമ്പോൾ 1,05,000 കോടിയെങ്കിലും അടുത്ത വർഷം വരുമെന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വളരെ ഉത്തരവാദിത്തോട് ഞാൻ പറയുകയാണ്. കേരളത്തിന്റെ ബഡ്ജറ്റ് ആദ്യമായി ഈ വർഷം 2 ലക്ഷം കോടിയിലേക്ക് പോവാണ്. അപ്പൊ ഇത്രയും കുറച്ചിട്ട് ഇതെന്താ നടത്തിയത്? ഈ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാ. എല്ലാം അങ്ങ് ശരിക്കും കൊടുക്കാൻ പറ്റില്ല. കാരണം 50,000 കോടി അവിടെ നിന്ന് കിട്ടാനുണ്ടല്ലോ. ഇടതുപക്ഷ സ്വഭാവമില്ല ധനകാര്യമന്ത്രിക്ക് എന്ന് ചില വിമർശനം കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സുകാരൊക്കെ ആയിരിക്കും പറയുന്നത്. ഞാൻ പറയാം, രാഷ്ട്രീയ ഇടതുപക്ഷ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട പണം തരുന്നത് ഒരുമിച്ച് മേടിക്കാൻ ഇവിടുത്തെ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഇടതുപക്ഷമോ വലതുപക്ഷമോ BJP ഒന്നും വ്യത്യാസം വേണ്ട. കേരളത്തിന് കിട്ടാനുള്ള പണമാണ്. ആ പണം ഞാൻ ഈ പറഞ്ഞ കണക്കനുസരിച്ച് കിട്ടേണ്ടതാണ്. കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമുക്ക് ഓരോരുത്തർക്കും ഈ നാട്ടിലെ വികസനത്തിന് കിട്ടേണ്ട പണമാണ്. ആ പണം കിട്ടുന്നില്ല. ഇതിപ്പോ പറയുന്നത് കേരളം കടക്കണിയിലാണെന്നാണ്. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കഴിഞ്ഞ 25 വർഷക്കാലം അത് നായനാർ ഭരിച്ചപ്പോഴും, അതിനുമുമ്പ് കരുണാകരൻ ഭരിച്ചപ്പോഴും, ആന്റണി ഭരിച്ചപ്പോഴും, ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോഴും, VS ഭരിച്ചപ്പോഴും, 1ാം പിണറായി സർക്കാരിന്റെ സമയത്തും ഓരോ 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ കടത്തിന്റെ ആകെ കണക്ക് എടുത്ത് നോക്കി. ഓരോ വർഷം 5 വർഷം കഴിയുമ്പോൾ ഇരട്ടിക്കും. 1,90,000 കോടിയായിരുന്നു ഈ തൊട്ടുമുമ്പ്. ഈ ഗവൺമെന്റ് വരുന്നതിന് തൊട്ടുമുമ്പ് 2,90,000 കോടിയാണ് 1ാം പിണറായി സർക്കാരിന്റെ അവസാനം. അതിന്റെ മുൻപ് നേരെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നേരെ പകുതിയാണ്. ഇരട്ടിക്കും. ഓരോ 5 വർഷം ഇരട്ടിക്കും. അതിന്റെ കണക്കുകൾ എൻ്റെ കയ്യിൽ, ഞാൻ ഈ കണക്കുകൾ കംപ്ലീറ്റ് എടുത്തു. ഓരോ 5 വർഷം കഴിയുമ്പോഴും ബോറോയിങ് ഇരട്ടിക്കും. അത് വെറുതെ ബോറോ ചെയ്യുന്നതല്ല, നമുക്ക് നിയമപരമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. കാരണം നിങ്ങൾ 10,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ലോണാണോ ഇപ്പോൾ എടുക്കുന്നത്? 1 ലക്ഷം രൂപ ശമ്പളം ഉള്ളപ്പോൾ കൂടും. അതുപോലെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനം വർദ്ധിക്കുമ്പോൾ അതിനനുസരിച്ച് കൂടുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ 2,90,000 കോടി രൂപയാണ് തോമസ് ഐസക്കും 1ാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ വർഷം വന്നപ്പോൾ കേരളത്തിന്റെ ആകെ കടമെങ്കിൽ ഈ സമയത്ത് എത്ര വരണം? 5,70,000 വരണ്ടേ? ഇത് ഒരു വർധനയില്ല. കഴിഞ്ഞ 25 വർഷമായി ചെയ്തതനുസരിച്ചെങ്കിൽ 5,70,000 വരണമല്ലോ. ഈ വർഷം ഞാൻ ഇന്നലെ കണക്കെടുത്തപ്പോൾ 4 വർഷം കൊണ്ട് നമുക്ക് 4,20,000 കോടിയേ എടുത്തുള്ളൂ. അടുത്ത 5 വർഷം, ഈ 5ാം വർഷം പൂർത്തീകരിക്കുമ്പോൾ അത് 4,60,000 70,000 പോയില്ല, 4,60,000 കോടിക്ക് അടുത്തേ പോകും. കാരണം
1,10,000 കുറച്ചു. ഞാൻ എടുക്കേണ്ടെന്ന് തീരുമാനിച്ചല്ല കേട്ടോ, തരാതെ വെട്ടിക്കുറച്ചതാ. കാരണം അതുകൂടെ കിട്ടിയായിരുന്നെങ്കിൽ 4 DA കൂടെ കൊടുത്തേനെ, ബാക്കി കിട്ടാനുള്ള വിഹിതം കിട്ടിയായിരുന്നെങ്കിൽ. അപ്പോൾ ഈ വിഷയം അറിഞ്ഞ് പറയേണ്ട ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം ഈ നിലനിർത്തുക ഈ സർക്കാരിനെ എന്നുള്ളതാണ്. ഇത്രയും ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥ വന്നിട്ടും ഈ നാട്ടിലെ സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ മുതൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ജോലി കിട്ടാനുള്ള വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികളും നാഷണൽ ഹൈവേയും റെയിൽവേയും എല്ലാം വികസിപ്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ദീർഘദർശിത്വം കൊണ്ടാണ്. അതാണ് പിണറായി സർക്കാർ ചെയ്യുന്നതും നമ്മുടെ നാട്ടിൽ എല്ലാവരും. ഇതൊന്നും ഗവൺമെന്റിലെ കുറച്ച് മന്ത്രിമാർ മാത്രം ചെയ്യുന്നതാണെന്നും അല്ല ഞാൻ പറയുന്നത്, എല്ലാവരും ചേർന്ന് ചെയ്യുന്നതാണ്. വരുമാനം വർദ്ധിക്കുന്നത്, ബിസിനസ് വർദ്ധിക്കുന്നത്, ജോലി വരുന്നത്. പക്ഷേ 4 ലക്ഷം സാധാരണഗതി 25-30 വർഷക്കാലത്തെ ഗവൺമെന്റ് എടുത്താൽ അവരെടുത്ത കണക്കനുസരിച്ച് 5,70,000 കിട്ടേണ്ട സ്ഥലത്ത് 4,70,000 താഴെ മാത്രം എടുത്തൊരു ഗവൺമെന്റിനെ, കടം കുറച്ച ഗവൺമെന്റിനെ കടക്കണിയിലാണ് എന്ന് പറയുന്ന ആളുകൾ രഹസ്യമായി ഫേസ്ബുക്കിലോ മറ്റൊന്നിലോ അവരവരുടെ ചാനലിലോ പറഞ്ഞാൽ അത് പച്ചക്കള്ളമാണ് എന്ന് തിരിച്ചറിയണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കണക്ക് പറയുന്നത്. അക്കൗണ്ടന്റ് ജനറൽ ഓഡിറ്റ് ചെയ്ത കണക്ക് വെച്ചിട്ടായി പറയുന്നത്.